ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖമല്ല. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടും അതേ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് പാനിക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ നെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടേക്ക് നമ്മൾ സേമി വറുത്തുകിഴങ്ങ് ചെയ്യണ്ട. ഞങ്ങളിപ്പോൾ സേമി വറുത്തിട്ടില്ല, അതുകൊണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഗോൾഡൻ കളറായി വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്യാരറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പായസം. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെയും നിങ്ങൾ ആ പായസം തന്നെ ഉണ്ടാക്കുക, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറായി വന്നതിൻ്റെ ശേഷം നമുക്കിതിനി ഒരു പാത്രത്തേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ എന്നിട്ട് നമുക്ക് ആ പാത്രത്തിൽ തന്നെ ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്കറ്റ് പാലിക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസിൻ്റെ 2 എണ്ണം ഒഴിച്ച് കൊടുക്കാം. 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഞങ്ങളിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലത്തെ 3ാമത്തെ പാലുണ്ടാവില്ലേ, അതും പിന്നെ 2ാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽ തന്നെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കുക. ഇനി നമ്മൾ ഒരു 2 ക്യാരറ്റ് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിക്കാണ്ട് പച്ചക്കന്നെ മിക്സിയിലിട്ടൊന്ന് അരച്ചിങ്ങോട്ട് എടുക്കാം. എന്നിട്ട് ഇതേപോലാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഓറഞ്ച് കളറായി വരും കേട്ടോ. നമ്മൾ തിളച്ച് വന്നതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിക്കണ്. ഇനി നമുക്കിത് സേമിയ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുക്കറിൽ സാബുനരി ഇട്ടുകാണ്ട് ഒന്ന് വേവിച്ച് വെച്ചിന്ന് അത് നമുക്ക് തീക്കാണ്ട് ഇട്ടെടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരമാണ് ഇട്ട് കൊടുക്കാം. മധുരം നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടണ്ട. പഞ്ചസാര മിൽക്ക് മേഡ് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ മിൽക്ക് മേഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ആവി എടുക്കുന്നതോട് ഫോണൊന്നും ക്ലിയർ ആവണില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴേ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടോ. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് തിളച്ച് അതിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് വറ്റി വന്നതിൻ്റെ ശേഷം ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളി. അതുപോലെ പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടി, ആരൊക്കെയെന്നൊക്കെ ഒന്ന് അറിയാമല്ലോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മധുരം പാകമായിട്ടില്ല, അപ്പോൾ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുത്തേക്കണേ. എന്നിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുക. ഈ പാടം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാലിൻ്റെ പാടയും പിന്നെ അതേപോലെ തന്നെ നമ്മളെ ക്യാരറ്റ് ഇട്ടിക്കണേ, ക്യാരറ്റിനൊരു ഇതേപോലൊരു പാട വരും, അതാണ്. അല്ലാതെ പാല് പിരിഞ്ഞതും അങ്ങനെ ആയിട്ടുള്ള ഇതൊന്നും എല്ലാവരും പേടിച്ചണ്ട. അപ്പോൾ ഇത് നല്ലോണം വറ്റി വന്നിക്കണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ 1ാം പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടി. അപ്പോൾ അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.